സഹൃദയരായ സദസ്സിന് വന്ദനം. മനുഷ്യനും കുടുംബവും ഉണ്ടായ കാലം മുതൽക്കേ കുടുംബ കലഹങ്ങളും പതിവാണ്. അതിൽ മദ്യമെന്ന ലഹരിക്കും സംശയമെന്ന മനോരോഗത്തിനുമുള്ള പങ്ക് വളരെ വലുതാണ്. അതിന് കുടിലെന്നോ കൊട്ടാരമെന്നോ വ്യത്യാസമില്ല. അങ്ങനെ കാലത്തിന്റെയും സമൂഹത്തിന്റെയും പല തലങ്ങളിലുള്ള ചില കുടുംബങ്ങളുടെ നേർക്കാഴ്ചകളും അവരിൽ ഒരുവരുടെ ഭ്രമകൽപ്പനകളും ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. സെന്റ് പീറ്റേഴ്സ് സൺഡേ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ സവിനയം സാദരം ഞങ്ങൾ ഇവിടെ കാഴ്ചവെക്കുന്ന ഒരു ലഘുനാടകം കിന്നര ഗായിക. രാജാവിന് വന്ദനം. അങ്ങ് ഉപോഷനായാലും റാണിക്ക് സുഖം തന്നെയല്ലേ? നമുക്ക് സുഖമാണ് രാജൻ. അങ്ങേക്ക് ഈയിടെയായി നമ്മുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ലല്ലോ. നമ്മുടെ പള്ളിയറയിലേക്ക് അങ്ങ് വരുന്നത് പോലുമില്ല. അങ്ങേക്ക് വേറെ പല അടിയന്തരങ്ങൾക്കുമാണല്ലോ മുൻഗണന. അതല്ലേ ഞാൻ ഓടി വന്നത്, റാണിയുടെ പരിഭവം മാറ്റാൻ. ഓ, ഇപ്പോഴെങ്കിലും അങ്ങ് നമ്മെ ഓർത്തു അല്ലേ? അങ്ങേക്ക് രാജ്യകാര്യങ്ങളിലും വേണ്ടത്ര ശ്രദ്ധയില്ല എന്ന് മന്ത്രി ആവലാതി പറഞ്ഞു. ജനങ്ങളും ദുഃഖിതരാണ്. അവിടെ വരൾച്ചയും കൃഷിനാശവും ഒക്കെ ഉണ്ടെന്നും ജനങ്ങൾ പട്ടിണിയിലേക്ക് പോവുകയാണെന്നും കേൾക്കുന്നു. അങ്ങ് ഉചിതമായി ഇടപെട്ടില്ലെങ്കിൽ. രാജ്യകാര്യങ്ങളിൽ റാണി ഇടപെടണ്ട. നാം വന്നത് ഒരു കാര്യം പറയുവാനാണ്. നാളെ നമ്മെ സന്ദർശിക്കുവാൻ കുറച്ച് പ്രഭുക്കന്മാർ വരുന്നുണ്ട്. അവർക്കായി നാം ഒരുക്കുന്ന വിരുന്നിലേക്ക് റാണി മുഖം കാണിക്കുവാൻ അണിഞ്ഞൊരുങ്ങി വരണം. വിരുന്നിലേക്ക് അവരുടെ പത്നിമാരും എഴുന്നള്ളുന്നുണ്ടോ? ഇല്ല, പ്രഭുക്കന്മാർ മാത്രം. അങ്ങ് ക്ഷമിക്കണം. പുരുഷന്മാരുടെ വീഞ്ഞ സഭയിലേക്ക് നമ്മെ ക്ഷണിക്കരുത്. നാം വരില്ല. റാണി ഈ രാജാവിന്റെ പത്നിയാണ്. പത്നി ധർമ്മ നിർവഹണം റാണിയുടെ കടമയാണ്. രാജാവ് ക്ഷമിക്കണം. രാജപത്നി എന്ന നിലയിലും ഒരു വനിത എന്ന നിലയിലും നാം നമ്മുടെ കടമ നിർവഹിക്കുന്നുണ്ട്. എന്നാൽ വീഞ്ഞു കുടിച്ച് മത്തരായിരിക്കുന്ന അന്യപുരുഷന്മാരുടെ മുന്നിലേക്ക് എഴുന്നള്ളി വരുവാൻ നമ്മിലെ സ്ത്രീത്വം അനുവദിക്കുന്നില്ല. അതിന് മാത്രം അങ്ങനെ നിർബന്ധിക്കരുത്. ഇത് രാജകൽപ്പനയാണ്. രാജകൽപ്പന ധിക്കരിച്ചാലുള്ള ശിക്ഷ എന്താണെന്ന് അറിയാമോ? റാണിയെ പത്നിസ്ഥാനത്ത് നിന്ന് നീക്കിക്കളയുവാനോ, വെറും ഒരു ഭിക്ഷക്കാരിയെ പോലെ തെരുവിൽ ഇറക്കി വിടുവാനോ, കല്ലെറിഞ്ഞു കൊല്ലുവാനോ ഉള്ള അധികാരം നമുക്കുണ്ടെന്ന് ഓർത്തോ? എന്തു തന്നെ ആയാലും വേണ്ടില്ല, നാം വരില്ല രാജൻ. മഹാരാജൻ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത് ജോ, എന്താണ് വിളിച്ചത്? ബോസ് വിളിക്കുന്നു. ഞാൻ ആ കോളൊന്ന് എടുക്കട്ടെ. ഒരു സെക്കൻഡ് കേട്ടോ. യെസ് സർ. നീന, ആ ട്രാൻസ്പോർട്ട് ഷിപ്പിങ്ങിന്റെ ഫയൽ എവിടെ? 12 മണിക്ക് എനിക്ക് അവരുടെ ഓഫീസിൽ വെച്ച് മീറ്റിംഗ് ഉണ്ടെന്ന് അറിയില്ലേ? ഞാനിവിടെ എത്തി. ജോ, ഞാനൊന്ന് വെക്കട്ടെ, അല്പം കഴിഞ്ഞ് വിളിക്കാം. സോറി സർ. സർ, ആ ഫയൽ ഞാൻ സാറിന്റെ ബാഗിനെടുത്ത് വെച്ചിരുന്നല്ലോ. സാർ അത് എടുത്തില്ലേ? ഇല്ല, താനത് ബാഗിൽ വെച്ചു എന്നാണ് ഞാൻ കരുതിയത്. സോറി സർ, സാറിന് കാണാൻ പാകത്തിലാണ് ഞാൻ ഫയൽ വെച്ചിരുന്നത്. എന്താ താൻ പറയണ്ടേ? ആ സമയം ഒരു കോൾ വന്നതുകൊണ്ട് ഞാൻ ഫയൽ ശ്രദ്ധിക്കാതെ ബാഗ് എടുത്തുകൊണ്ട് പോകുന്നു. ഇനിയിപ്പോൾ തിരികെ വന്നത് എടുക്കാൻ പറ്റില്ല. താനൊരു കാര്യം ചെയ്യും, അതിൽ നിന്ന് ആദ്യത്തെ 6 പേജ് സ്കാൻ ചെയ്ത് വേഗത്തിൽ എനിക്കൊന്ന് ഇമെയിൽ ചെയ്യും. അതിനു മുമ്പ് അതിന്റെ ഫോട്ടോ എടുത്ത് എനിക്കൊന്ന് വാട്സാപ്പ് ചെയ്യും. ഓക്കെ സർ, ഇപ്പോൾ തന്നെ ചെയ്യാം. മേക്ക് ഇറ്റ് ഫാസ്റ്റ് പ്ലീസ്. ഓക്കെ സർ, താങ്ക് യു. ഹലോ ജോ. നീ എവിടെ? ആരോടാണ് സിംഗരിച്ചോണ്ടിരിക്കുന്നത്? എന്റെ കാണാൻ അത്ര ബുദ്ധിമുട്ട്? ജോ, ഞാൻ 1000 തവണ പറഞ്ഞിട്ടുണ്ട് ഓഫീസ് ടൈമിൽ ആവശ്യമില്ലാതെ എന്നെ വിളിക്കരുതെന്ന്, പ്രത്യേകിച്ച് തിരക്ക് പിടിച്ച മോർണിംഗ് അവേഴ്സിൽ. ഞാൻ എന്റെ ഭാര്യയെ എനിക്ക് സൗകര്യമുള്ളപ്പോഴൊക്കെ വിളിക്കും. ജോ, ഇതൊരു ഓഫീസാണ്. എപ്പോഴും ഫോൺ എടുക്കാൻ പറ്റില്ല. ലഞ്ച് ബ്രേക്കിന് ഞാൻ അങ്ങോട്ട് വിളിക്കുമല്ലോ. ഓഫീസിലാണോ മറ്റെവിടെയെങ്കിലും ആണോ എന്ന് ആർക്കറിയാം? ജോ, അനാവശ്യം പറയരുത്. ഞാൻ ഇപ്പോൾ എവിടെയാണെന്ന് ജോയ്ക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ജോയോട് പറയാതെ ഒരിടത്തും പോകില്ലെന്നും ജോയ്ക്കറിയാം.
എന്നിട്ടും എന്തിനാ എന്നെ ഇങ്ങനെ സംശയിക്കുന്നതും അപവാദം പറയുന്നതും? ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ജോലി കളഞ്ഞ് വീട്ടിലിരുന്നോളാം. എന്നിട്ട് വേണം നിനക്ക് വല്ലവരെയും വീട്ടിൽ വിളിച്ച് കയറ്റാൻ. നിർത്ത് ജോ, ഫോൺ വെച്ചിട്ട് പോ. ഇങ്ങനെ നാണക്കേട് വിളിച്ചു പറയാൻ വേണ്ടി എന്നെ വിളിക്കരുത്. എനിക്കിവിടെ പണിയുണ്ട്. എന്തൊരു കഷ്ടമാണ് ദൈവമേ. ഫോൺ എടുത്തില്ലെങ്കിൽ വല്ലവരോടും ശൃംഗരിക്കുന്നു. നന്നായിട്ടൊന്ന് ഒരുങ്ങിയാൽ ആരെ കാണിക്കാനാണ് ഇതൊക്കെ? ഞാൻ ഭാര്യയാണെന്നുള്ള പരിഗണന വേണ്ട, ഒരു മനുഷ്യജീവിയാണെന്നുള്ള പരിഗണനയെങ്കിലും തന്നിരുന്നെങ്കിൽ. ആ, എത്തിയോ? വൈകിയല്ലോ. ഇന്നെന്താ ഓഫീസിൽ തിരക്കായിരുന്നോ? ഓ, തിരക്കൊന്നുമില്ലായിരുന്നു സ്റ്റെല്ല. പിന്നെ വിൽസൺ ചേട്ടനെ കണ്ടായിരുന്നു. അച്ഛയോട് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങേരുടെ കൂടെ കമ്പനി കൂടാൻ പോകല്ലെന്ന്. അങ്ങേര് വീട്ടിലെത്തിയാൽ ആ പിള്ളേരുടെയും ചേച്ചിയുടെയും അവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാം. ഓ, സോറി. നിന്നാണ്, നമ്മുടെ മോളാണ്. ഇനി ഞാൻ പോവില്ല സ്റ്റെല്ല. ഇതിപ്പോ എത്രാമത്തെ സത്യമാണെന്ന് വല്ല ഓർമ്മയുണ്ടോ? മിക്കവാറും ഇത് തന്നെയല്ലേ നടക്കുന്നത്. നമ്മുടെ മോളാണ്. അച്ചച്ച, ദൈവത്തെ ഓർത്ത് നമ്മുടെ മോളെ പിടിച്ച് സത്യം ചെയ്യല്ലേ. നമ്മൾ മാതൃക കാണിച്ചില്ലെങ്കിൽ നമുക്കൊരു പെങ്കൊച്ചാണെന്ന കാര്യം ഓർമ്മ വേണം. ഇപ്പോൾ ചെറുതായി തുടങ്ങി ദിവസം കഴിയും തോറും അത് വലുതായി കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും. ജീവിതം തന്നെ കൈവിട്ടു പോകും അച്ചച്ച. ഇല്ലെന്നേ, ഞാൻ നന്നായിക്കോളാം. നന്നായാ കൊള്ളാം. അല്ലെങ്കിൽ ഞാൻ രണ്ടപ്പന്മാരെയും വിളിച്ച് കാര്യം പറഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ പോകും, മറക്കണ്ട. ദൈവമേ, ഈ പ്രാവശ്യമെങ്കിലും എൻ്റെ അച്ചാച്ചൻ വാക്ക് പാലിച്ചേക്കണേ. ആ മതി, വന്ന് വല്ലതും കഴിക്ക്. ആ, ഇച്ചായ വന്നോ? ഇന്നെന്താ എത്ര വൈകിയത് ഇച്ചായ? ഓ, ഒന്നും പറയണ്ട. ഞാൻ ഇറങ്ങാൻ നിൽക്കുമ്പോൾ ബോസ് കയറി വന്നു. ഫയൽ നോക്കിയും പിന്നെ ഓരോന്ന് ചോദിച്ചും പറഞ്ഞും സമയം പോയത് അറിഞ്ഞില്ല. പിന്നെ വരുന്ന വഴിക്ക് സെബാനെ കണ്ടു. അവന്റെ കൂടെ ഒന്ന് പുറത്തുപോയി. ഓ, അത് ശരി. അപ്പോ ഇന്ന് ചായ വേണ്ടായിരിക്കുമല്ലോ അല്ലേ? വേണ്ട. അല്ല, സെബാന്റെ കൂടെ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. നീ എന്താ ഇങ്ങനെ? നിന്നോട് എനിക്ക് ചായ വേണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ഇപ്പോൾ ഇടദിവസങ്ങളിലും തുടങ്ങിയോ ചായ? ആദ്യമൊക്കെ മാസത്തിൽ ഒരിക്കലായിരുന്നു, പിന്നെ അത് ആഴ്ചയിൽ ഒരിക്കലായി. വന്ന് തോന്നുമ്പോഴൊക്കെയായി. ഓഫീസിൽ കലങ്ങിയ കണ്ണും ചീർത്ത മുഖവുമായി പോകണോ? അവിടെ ഉള്ളവർക്ക് മനസ്സിലായാൽ ഉള്ള റെസ്പെക്റ്റ് പോകില്ലേ? ആരുണ്ട് ചോദിക്കാനും പറയാനും? അല്ലെങ്കിൽ തന്നെ ആരോട് പറയാൻ? വന്ന് കയറിയില്ല, അപ്പോഴേക്കും തുടങ്ങി. നീ ഒന്ന് വായടയ്ക്ക്. പറഞ്ഞു നീ എന്നെ ഒരു കുടിയനാക്കും. കുടിക്കുന്നത് കുറ്റമല്ല, അത് പറയുന്നതാണ് കുറ്റം. മിക്കവാറും വൈകിട്ട് കള്ളു കുടിച്ച് വീട്ടിൽ വരുന്നവന് കള്ളുടിയൻ എന്നല്ലാതെ പിന്നെ എന്ത് വിളിക്കും? മക്കൾ ഇതൊന്നും ശ്രദ്ധിക്കണ്ട, പോയി പഠിച്ചോ. രണ്ടാൾക്കും നാളെ എക്സാം ഉള്ളതല്ലേ. അമ്മ, ഒച്ച കാരണം ഞങ്ങൾക്ക് ഇപ്പോൾ ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല. കുറച്ചെങ്കിലും പഠിച്ചെങ്കിൽ മക്കള് പ്രാർത്ഥിച്ച് ഉറങ്ങാൻ നോക്ക്. അമ്മ വരുന്നില്ലേ പ്രാർത്ഥിക്കാൻ? അമ്മ നാളെ വരാം. ഇന്ന് മക്കള് തന്നെ പ്രാർത്ഥിച്ചോ. ഒന്നും മിണ്ടരുതെന്ന് വിചാരിച്ചാലും പറ്റില്ല. പിള്ളേര് വളർന്നു വരുന്നെങ്കിലും ഓർത്ത് ഇതൊന്ന് അവസാനിപ്പിച്ചുകൂടെ? അവർക്കുമില്ലേ ഒരു അഭിമാനവും മനസ്സുമൊക്കെ? നിന്നോട് വായടയ്ക്കാൻ ഞാൻ പറഞ്ഞു. നിന്റെ നാക്ക് കാരണം പിള്ളേര് പോലും എന്നെ ബഹുമാനിക്കുന്നില്ല. ഓഹോ, അതും എന്റെ കുറ്റമാണല്ലോ. ഈ കാണിച്ചു കൂട്ടുന്നതിൽ ഒരു തെറ്റുമില്ല അല്ലേ? ആ, എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. നിനക്കിതുപോലെ എന്റെ ഒപ്പം ജീവിക്കാൻ പറ്റില്ലെങ്കിൽ
എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഇറങ്ങി പൊക്കോളണം. ഞാൻ എത്രയോ നാളായി പറയുന്നു, ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും, നിങ്ങളുടെയോ എന്റെയോ വീട്ടിലെ വേണ്ടപ്പെട്ട ആരെങ്കിലുമോ, അതുമല്ലെങ്കിൽ പള്ളിയിലെ അച്ഛനെയോ ആരായെന്ന് വെച്ചാൽ വിളിച്ചു വരുത്തി എൻ്റെ കുറ്റങ്ങൾ എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്തിയാൽ ആ നിമിഷം ഇട്ടിരിക്കുന്ന വസ്ത്രത്തോടെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാമെന്ന്. എന്നാ ഞാനിനി മധ്യസ്ഥന്മാരെ കൊണ്ടുവന്ന് നിനക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം മേടിച്ചു തരാം. അത് നടന്നു തന്നെ. ഇന്ന് ഞാൻ എന്റെ പൈസ കൊണ്ട് കുടിച്ചു, നാളെ നിന്റെ കാശ് കൊണ്ട് കുടിക്കും, മറ്റന്നാൾ വല്ലവന്റെയും കാശിന് കുടിക്കും. നീ ആരാ ചോദിക്കാൻ? തലയിരിക്കുമ്പോൾ വാലാടണ്ട, കേട്ടല്ലോ? നിങ്ങൾ എന്തെങ്കിലും കാണിക്കും, അവരുടെ മുമ്പിൽ വെച്ച് എനിക്ക് അറിയണം എന്താണ് എൻ്റെ കുറ്റമെന്ന്. അല്ലാതെ ഞാനങ്ങ് ഇറങ്ങിയാൽ നിങ്ങൾക്ക് എന്ത് അപവാദം വേണമെങ്കിലും പറയാമല്ലോ. അഹങ്കാരിയാണെന്നും തന്നിഷ്ടക്കാരിയാണെന്നും കേൾക്കുന്നവരും അത് വിശ്വസിക്കും. അയ്യോ പാവം, ഒരു രൂപക്കൂടുണ്ടായിരുന്നെങ്കിൽ നിന്നെ അതിൽ കയറ്റി ഇരുത്താമായിരുന്നു. ഇന്നേ വരെ ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും കാര്യം നല്ലതാണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞിട്ടുണ്ടോ? മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്നെ കളിയാക്കുന്നതല്ലാതെ. ആരോടെങ്കിലും ഇനിയെങ്കിലും കാര്യങ്ങൾ തുറന്നു പറഞ്ഞാലേ പറ്റൂ. മതിയായി എനിക്ക് ഈ ജീവിതം. നീ വീണ്ടും വീണ്ടും തർക്കുത്തരം പറഞ്ഞുകൊണ്ട് വരുന്നോ? നിന്നെ ഞാൻ പിള്ളേരെ ഓർത്ത് മാത്രമാണ് ഞാൻ കടുങ്കൈയൊന്നും ചെയ്യാതെ പിടിച്ചു നിൽക്കുന്നത്. ഞാൻ കാരണം അവർക്കൊരു ദോഷം ഉണ്ടാവരുതല്ലോ എന്നോർത്ത് മാത്രം. അവർ വളർന്നു വരികയാണെന്നൊരു ബോധം പോലുമില്ല. അവരോടെങ്കിലും അല്പം സ്നേഹം കാണിച്ചിരുന്നെങ്കിൽ. എടി, നിന്നോടല്ലേ ശബ്ദിക്കരുതെന്ന് പറഞ്ഞത്? അയ്യോ എന്റെ അമ്മേ, എന്നെ തല്ലിക്കൊല്ലുന്നേ. നിങ്ങൾ എന്നെ ഒന്ന് കൊല്ലും മനുഷ്യ. എന്നിട്ട് നിങ്ങൾ അങ്ങ് സുഖിച്ച് ജീവിക്കും. ഇത്രയ്ക്ക് അഹങ്കാരമോ? എന്താ മോളെ കണ്ണൊക്കെ കലങ്ങിയിരിക്കുന്നേ? നീ കരയായിരുന്നോ? ഏയ് ഒന്നുമില്ല അമ്മാമ്മേ. എനിക്ക് കരയാനും സങ്കടപ്പെടാനുമാണ് തലവിധിയെന്ന് അമ്മാമ്മയ്ക്ക് അറിയാവുന്നതല്ലേ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷം പോലും ആയില്ലല്ലോ. എന്നിട്ടും എന്തൊരു വിധിയാണിത്. എനിക്കെല്ലാം അറിയാം മോളെ. എന്നാ ചെയ്യാനാ, എല്ലാം വിധി എന്ന് പറഞ്ഞ് സമാധാനിക്കും. അതെ, എനിക്കറിയാം. എങ്കിലും നമ്മൾക്കുമില്ലേ ഒരു വ്യക്തിത്വം? കൂടുതലൊന്നും വേണ്ട, ഒരല്പം സ്നേഹവും കരുതലും ഒരു ഭാര്യ എന്ന നിലയിൽ ഞാൻ അർഹിക്കുന്നില്ലേ? പക്ഷേ എന്നും വഴക്കും, പിന്നെ നശിച്ച കുടിയും സംശയവും. സാരമില്ല മോളെ, ഈ പ്രായത്തിലും എൻ്റെ അവസ്ഥ മറിച്ചൊന്നുമല്ലല്ലോ. ഇത് സ്ത്രീ ഉണ്ടായ കാലം മുതലുള്ളതാണ്. കൊട്ടാരത്തിലും കുടിലിലും എല്ലായിടത്തും പെണ്ണെന്നും വിട്ടുകൊടുക്കുന്നവളും എല്ലാം സഹിക്കുന്നവളുമായിരിക്കണം. ഇതും മാറുമായിരിക്കും, കാലം മാറ്റുമായിരിക്കും. അമ്മാമ്മേ, ഇത്രയും വയസ്സായിട്ടും അമ്മാമ്മയെ തല്ലാൻ അപ്പാപ്പന് നാണാവില്ലേ? എന്റെയും തലവേദി. അമ്മാമ്മേ, ഒരു സംഗീതം കേൾക്കുന്നില്ലേ? എന്തോ ഒന്ന് നമ്മെ ആകർഷിച്ചു കൊണ്ടുപോകുന്ന പോലെ. എത്ര മധുരമാണത്. കേൾക്കുന്നില്ലേ? ഓ, ഞാനും കേൾക്കുന്നു മധുരമായ നാദം. അതെ, എത്ര ശാന്തിയാണ് എനിക്ക് ലഭിക്കുന്നത്. ശരിയാണ് നീന, ഞാനും കേൾക്കുന്നു മധുരമായൊരു സംഗീതം. അതെ അതെ, സമാധാനവും സന്തോഷവും തരുന്ന വല്ലാത്തൊരു അനുഭൂതി. നമുക്കൊന്ന് പോയി നോക്കാം അമ്മാമേ. ഇനിയുള്ള രംഗങ്ങളിൽ നമുക്ക് റിഹാനയുടെ സ്വപ്നത്തിലൂടെ സഞ്ചരിക്കാം. ഓരോ സ്ത്രീയും തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങിയ നിമിഷം മുതൽ അവരുടെ ഭർത്താക്കന്മാർ അനുഭവിച്ച മാനസിക വ്യഥയും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും അവരെ തെറ്റിതിരുത്തി നേർവഴിക്ക് ചിന്തിപ്പിച്ച് മടക്കി വരുത്തുന്ന അഭൗമ സുന്ദരമായ ഒരു സ്വപ്നം.
എന്റെ സെബാനെ, അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ മുതൽ എന്റെ ജീവിതത്തിന്റെ താളം തന്നെ തെറ്റിപ്പോയടാ. വയ്യ, എനിക്ക് ഈ ഒറ്റപ്പെടൽ താങ്ങാൻ വയ്യടോ. നമ്മുടെ ജീവിതത്തിൽ അവർക്കുള്ള പ്രാധാന്യം മനസ്സിലാക്കാൻ നമ്മൾ വളരെ വൈകിപ്പോയി. അത് നമ്മുടെ ജീവിതം ഇത്രയിടം വരെ എത്തിച്ചു. ഇനിയെങ്കിലും നമ്മൾ അവരെ നഷ്ടപ്പെടാതെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കണം. അതെ ചേട്ടാ, എന്റെ നശിച്ച കുടിയും സംശയമാണ് നീനെ എന്നിൽ നിന്ന് ഇത്രയും അകറ്റിയത്. അവളില്ലാതെ എനിക്ക് പറ്റില്ല ചേട്ടാ. ഒരു സംഗീതം കേൾക്കുന്നല്ലോ ചേട്ടാ. ആ, ശരിയാണല്ലോ. അത് അവളല്ലേ, എന്റെ റിഹാന. റിഹാന മോളെ. എന്റെ അണ്ണാമോ, എന്നതാടി ഇത്? ഞാൻ എന്തെങ്കിലും പറഞ്ഞൊന്നും ചെയ്തൊന്നും വെച്ച് എന്നെ ഇങ്ങനെ ഇട്ടച്ച് പോകാൻ മടിയേ. ഇതാ നിങ്ങളുടെ ജീവിത പങ്കാളികൾ, കൂട്ടിക്കൊണ്ടു പോയിക്കൊള്ളൂ. ഇവരൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങിയാൽ നിങ്ങൾ കരുതും പോലെ ഇവരെക്കാൾ നല്ലത് കിട്ടുമെന്നും ഇതുവരെ ലഭിക്കാത്ത സ്വസ്ഥതയും സമാധാനവും പിന്നെ എന്തിനുമുള്ള സ്വാതന്ത്ര്യവും കിട്ടുമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ അല്ലേ? ജീവിതം ഒന്നേ ഉള്ളൂ, ജീവിക്കൂ. മരണം വേർപിരിക്കുന്നത് വരെ പരസ്പരം താങ്ങും തണലുമായി. നല്ലത് വരട്ടെ. റാണി, നമുക്കെല്ലാം മനസ്സിലായി. നമ്മോട് ക്ഷമിക്കൂ. മോളെ റിഹാനെ, എന്നോട് നീ ക്ഷമിക്കില്ലേ? എന്റെ തെറ്റുകൾ നിനക്കല്ലാതെ ആർക്കാണ് പൊറുക്കാൻ കഴിയുക? ഞാൻ ഇനിയൊരു പുതിയ മനുഷ്യനാവാൻ ശ്രമിക്കാം. നീ എന്നോട് കൂടെ നിൽക്കില്ലേ? മോളെ, നീ എന്റെ ഒപ്പം വരില്ലേ? എല്ലാവരും അവരവരുടെ പങ്കാളികളുടെ കൂടെ സ്വഭവനങ്ങളിലേക്ക് മടങ്ങിയെങ്കിലും കിന്നര ഗായിക മടങ്ങുമോ ഇല്ലയോ എന്ന് ആർക്കും അറിയില്ല. അത് ഞങ്ങൾ പ്രേക്ഷകരുടെ മനോധർമ്മത്തിന് വിട്ടുതരുന്നു. നിങ്ങൾക്ക് തീരുമാനിക്കാം. നന്ദി. പുതിയ കുടുംബത്തിൻ കതിരുകൾ ഉയരുന്നു, തിരുസഭ വിജയത്തിൻ പൊൻകുറിയണിയുന്നു. പുതിയ കുടുംബത്തിൻ കതിരുകൾ ഉയരുന്നു, തിരുസഭ വിജയത്തിൻ പൊൻകുറിയണിയുന്നു. ദാമ്പത്യത്തിൻ വെള്ളിത്തേരിൽ പുത്തൻ മണവാട്ടി, സ്വപ്നം പോലെ മുന്നേറി നീ മണവാളനൊപ്പം. 1000 കിനാക്കളോട് 1000 പ്രതീക്ഷയോട് ജീവിതം പ്രകാശമാക്കുവിൻ. 1000 കിനാക്കളോട് 1000 പ്രതീക്ഷയോട് ജീവിതം പ്രകാശമാക്കുവിൻ. പുതിയ കുടുംബത്തിൻ കതിരുകൾ ഉയരുന്നു, തിരുസഭ വിജയത്തിൻ പൊൻകുറിയണിയുന്നു.